ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. സോ പപ്പേനെയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടി വിയുടെ ഡിസ്പ്ലേ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് തീം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് ക്യാമറ ആക്കി ഫോക്കസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിൻ്റെതായിട്ട് ചെറിയ പോരായ്മകളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും. മാക്സിമം വീഡിയോ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു വീഡിയോയിലേക്ക് പോകാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ ഫോൺ വെച്ചിരുന്നേ. ഞാൻ വരണ്ട, ഇത് കിട്ടുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് വെച്ചപ്പോ കണ്ടിട്ടില്ല. അന്നേരം തിരുമാൻ പോണം വെക്കാൻ പറ്റുന്നില്ലടോ. എന്തൊരു ചോദിക്കണോ ദൈവമേ, ഒരു പാഠമുണ്ട്. കുറെ നേരായി ഇതിപ്പോ എന്തായാലും വെക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, വെക്കുന്നില്ല പോരെ, പ്രശ്നമില്ല. ഇപ്പൊ എന്തായാലും വെക്കാൻ പറ്റില്ല. ഞാനൊന്ന് സംസാരിക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വെച്ച് ഞാൻ വെച്ചുതരാം. അപ്പാ അപ്പൊ പൊട്ടിച്ച് ഓരോ നോക്കിക്കോ. ഇന്നത്തിനും ദേഷ്യ ഒരു സിനിമ കാണാനായിട്ടാണ്. സിനിമ സൈഡിലോട്ട് ഇതിപ്പോ വാങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞല്ലേ. വാറന്റി കാർഡൊക്കെ എവിടെ വെച്ചിനെ? നിങ്ങളോട് വരി, ഇതെന്തെങ്കിലും പറയും. എന്താ നമ്മളെ കുത്തുന്ന കാര്യം എഴുതി പൊട്ടിച്ചിട്ട് മൊബൈലില്ലേ അതിൽ കണ്ടാൽ ഞാനായിട്ട് ആ പറിച്ച് വലിച്ചെറിയുന്ന ഇടവരെ തന്നെ എനിക്ക് പ്രഷർ കൂടുന്നുണ്ട്. ഞാനിത് റോട്ടിൽ വലിച്ചെറിയും, കാണണോ? ഇതിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം മുട്ടൽ വരും. എന്തിനപ്പോ കരുതുന്നത്? നീ എന്നെ എരിഞ്ഞു പൊട്ടിച്ച് നീ എന്നെ കരയുന്നു. എന്തിനാണ് എടുത്ത് പൊളിക്കണം? അത്ര അതെ, ഞാൻ ഇവിടെ കൂടുതൽ സന്തോഷിക്കുമ്പോ ഞാൻ മനസ്സിൽ പേടിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ദുഃഖം വരും. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ. എറിയുന്ന പൈസക്ക് അത്രയല്ലേ വില ഉള്ളൂ. അത് വിടിയാ, നമുക്ക് വാങ്ങാൻ കഷ്ടപ്പെട്ട് ഞാൻ നോക്കട്ടെ. ഇതൊക്കെ എനിക്ക് പ്രഷർ കൂടുതലുണ്ട്. പ്രഷർ കൂടിയിട്ട് അടുക്ക് ഞാൻ കരഞ്ഞിട്ട് അവിടെ ചോര ഉരുകിട്ടുണ്ടാക്കിയ പൈസയാണ്, വേറെ ഒന്നല്ല. ഡിസ്പ്ലേ എന്താ പറ്റിയതാ? ഡിസ്പ്ലേ പോയതാണ്. 8000 രൂപ മാറ്റണമെങ്കിൽ അതായത് തോട്ടിൽ വലിച്ചെറിഞ്ഞു. പിന്നെ സോണി ടിവിയുടെ എനിക്കറിയാം എത്ര വരുന്നുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യണം. ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചിരിക്കുന്നു, വിളിച്ചോണ്ട് റെഡി ആക്കി കൊടുക്കും. വാറണ്ടി കൊടുക്കാം. ഓനും എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വാങ്ങിയെന്നല്ലേ. ഗ്ലാസ് പൊട്ടിയില്ല, അതിന്റെ ഗ്ലാസ് അല്ല, അതിന്റെ ഉള്ളിൽ എന്തോ ഡിസ്പ്ലേ പൊട്ടിപ്പോയതാണ്.
ആ എയർപോർട്ട് നിങ്ങളുടെ തമ്മില് ശ്വാസം മുട്ടുന്നു. നിങ്ങളുടെ രണ്ടാളും കീരി പാമ്പിലായി ഇതല്ലേ എന്താ പറയാ, ടി വി വെക്കാത്തതിന് സിനിമ വീഡിയോ വളർത്തണം, മറ്റാൾക്ക് സിനിമ കാണണം, ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടാൾ അനുഭവിച്ചോ? ഇത് പറയാ എന്നെ വിളിച്ച് എന്താ ചിരിക്കുന്നത്? എന്ത് പ്രാങ്കോ? എന്നാലും ഞാൻ കരഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അന്നെക്കാട്ട് ടി വിന്നാണ് വരുന്നത്. ഞാൻ എപ്പോഴും മനസ്സിൽ ഇപ്പോഴും വിചാരിക്കുന്നത് വീഡിയോ അടിക്കുന്നതൊക്കെ സന്തോഷിക്കുന്ന സന്തോഷിക്കുമ്പോ ഞാനോ മനസ്സോട് വിചാരിച്ചു വാച്ചൊക്കെ തീർന്നിട്ട് എന്റെ അടുത്തേക്ക് വരൂ കറിഞ്ഞോണ്ട്. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കാൻ അങ്ങനൊന്നല്ല. അങ്ങനെ തന്നെ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം. ശരിക്കും വിശ്വസിച്ച് ഞാൻ ആ സാധനം എനിക്ക് പേടി വന്നിട്ടൊരു കുത്തു കുത്തുന്നത്. ഞാൻ തൊട്ടോക്കട്ടെ കുത്തോന്നൊക്കെ പേടി. ഞാൻ തടഞ്ഞേ ഞാൻ പൊളിക്കാനുള്ള പരിപാടി പൊളിഞ്ഞില്ല. ഫോട്ടോ ഒരേ കാലത്തോടെ ഇങ്ങനെ കണ്ട ഒരു പാര വിശ്വസിക്കാൻ കണ്ടോ, നല്ല രസം. ഇത് എന്നൊരു തവണ പ്രാങ്ക് ചെയ്തേ. ഞാൻ ഉറങ്ങുമ്പോ വന്നിട്ട് ഇതേപോലെ ഇറങ്ങിട്ട് ഇങ്ങോട്ടേക്ക് ഈ കല അത് ഇതാക്കിയതാ, വേറെ വീഡിയോ എടുത്തതാ. അങ്ങനത്തെ വീഡിയോസ് കിട്ടൂ. ഈ കാലത്തിലെ വീഡിയോ അമ്മുക്ക് ടുമ്മുകൾ അമാൾ ഡുമാൾ